കാണാൻ നിറഞ്ഞ കൃഷ്ണനെ കാണാൻ പുലർകാലെ പുറപ്പെടാം നിറഞ്ഞ കൃഷ്ണനെ കാണാൻ പുലർകാലെ പുറപ്പെടാം Carry on.
നമ്മൾ ചരിത്ര പ്രാധാന്യമുള്ള ഒരു നിയോഗം പുനരാരംഭിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് വീണ്ടും ഒന്നുകൂടി ഒത്തുകൂടുകയാണ്. നമ്മുടെ ഹരിപ്പാട് വിഗ്രഹലബ്ധി, ഹരിപ്പാട് ശ്രീ വേലായുധസ്വാമിയുടെ, സുബ്രഹ്മണ്യ സ്വാമിയുടെ വിഗ്രഹലബ്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരംഭിച്ച പായിപ്പാട് ജലോത്സവം അതിൻ്റെ തുടക്കം കുറിക്കുകയാണ് ഇന്നിവിടെ. 3 ദിവസം നടക്കുന്ന ജലോത്സവം ലോകത്ത് വേറെ എങ്ങുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ചിങ്ങമാസത്തിലെ തിരുവോണം, അവിട്ടം, ചതയം നാളുകളിൽ നടക്കുന്ന ജലോത്സവം, അതിൻ്റെ തുടക്കമാണ് ഇന്നിവിടെ കുറിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വേലായുധസ്വാമിയുടെ ദർശനം നടത്തി അനുഗ്രഹം വാങ്ങിക്കുന്നതിനായിട്ട് പോകുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇവിടെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് വള്ളങ്ങൾ എത്തുവാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു സംജാതമായിരുന്നത്. പക്ഷേ നഗരസഭ അതിന് ഒരു പോംവഴി എന്നുള്ള നിലയ്ക്ക് ഒരു പ്രോജക്റ്റ് വെച്ചുകൊണ്ട് ഇതിനകത്തുള്ള ഈ തോട്ടിലുള്ള പോളയും പായലും കടകലും ഉൾപ്പെട്ട മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാനുള്ള പദ്ധതിയിൽ ഏർപ്പെടുകയും അത് നീക്കം ചെയ്യുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട വള്ളംകളി ഭാരവാഹികൾ ഒരു ഉത്തമമായ തീരുമാനം എടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് വള്ളംകളി ഭാരവാഹികളും അതോടൊപ്പം തന്നെ വിവിധ കരകളെ പ്രതികരിച്ചെത്തിയിരിക്കുന്നവരും ഇവിടെ എത്തുകയും വള്ളത്തിൽ തന്നെ ഇവിടെ എത്തുകയും അതോടൊപ്പം തന്നെ നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുവാനുള്ള തുടക്കം കുറിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഇതിനായി പരിശ്രമിച്ച എല്ലാ ആൾക്കാരെയും നന്ദിയോടുകൂടി സ്മരിക്കുകയാണ്. നഗരസഭയുടെ ഭാരവാഹികൾ, അതോടൊപ്പം തന്നെ വള്ളംകള സമിതിയുടെ ഭാരവാഹികൾ, പിന്നെ പ്രിയപ്പെട്ട എല്ലാ കരയുടെയും ഭാരവാഹികൾ ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് 2 വാക്ക് സംസാരിക്കുന്നതിനായിട്ട് നമ്മുടെ ജലോത്സവ സമിതിയുടെ വൈസ് ചെയർമാൻ പ്രിയപ്പെട്ട ശ്രീ കാർത്തികേയനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട ജലോത്സവ പ്രേമികളെ, നമ്മളെല്ലാം പഴയ കാലത്തേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. കാരണം മുഴുവൻ ചുണ്ടൻവള്ളങ്ങളും നെപ്പരക്കടവിൽ കയറി വന്ന് വളരെ ഗംഭീരമായ ഘോഷയാത്രയായി അമ്പലത്തിൽ ദർശനം നടത്തുന്ന പതിവായിരുന്നു ഉള്ളത്. ഈ വള്ളംകളിയെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മളൊക്കെ ജനിക്കുന്നതിന് ഒട്ടനവധി വർഷങ്ങൾക്ക് മുമ്പ് എന്നാണ് ഈ വള്ളംകളി ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ സ്മാരകമായി നടത്തുന്ന ഈ വള്ളംകളി എന്ന് തുടങ്ങിയെന്ന് ചരിത്രം പരിശോധിച്ചിട്ട് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത അത്ര പഴക്കമുള്ള ഈ വള്ളംകളി കുറച്ച് നാളുകളായി നമുക്ക് ചുണ്ടൻവള്ളങ്ങൾ ഇവിടെ കടന്നു വരാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. ഏതായാലും ബഹുമാനപ്പെട്ട ചെയർമാനും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കൂടിയായിട്ടുള്ള കൃഷ്ണകുമാറും മറ്റ് മെമ്പർമാരുമെല്ലാം പ്രത്യേക പ്രൊജക്റ്റ് വെച്ച് ഇങ്ങനൊരു സംരംഭം ഉണ്ടാക്കിയതിൽ പായിപ്പാട് ജലോത്സവ സമിതിയുടെ അഗാധമായ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുകയാണ്. വരും കാലങ്ങളിൽ സ്ഥിരമായ ഒരു പ്രൊജക്റ്റ് വെച്ചെങ്കിൽ മാത്രമേ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. കാരണം ഇപ്പോൾ പായൽ കയറി ഉടൻ തന്നെ ഇത് മൂടും. 1 വർഷം കഴിഞ്ഞാണ് നമ്മൾ മറ്റ് കാര്യങ്ങളിലേക്ക് ചിന്തിക്കുന്നത്. അതുകൊണ്ട് തുടർച്ചയായി വിവരം പഞ്ചായത്തിനെ കൊണ്ടും ഞങ്ങളൊരു പ്രൊജക്റ്റ് തയ്യാറാക്കി ആ പഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്ന സ്ഥലങ്ങളെ ക്ലിയറാക്കി ക്ലീൻ ചെയ്ത് നമുക്ക് മുഴുവൻ വള്ളങ്ങളും നമ്മുടെ സമിതിയുടെ കയ്യിൽ ഇപ്പോൾ 10 ചുണ്ടൻ വള്ളങ്ങളാണുള്ളത്. 10 ചുണ്ടൻ വള്ളങ്ങൾ ഇവിടെ കയറി വരുന്ന തരത്തിലേക്കുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഹരിപ്പാട് മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നും ഇനിയും ശ്രമങ്ങൾ ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ പങ്കെടുത്തിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഈ പായിപ്പാട് ജലോത്സവത്തിന് വേണ്ടി നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നമസ്കാരം. പായിപ്പാട് ജലോത്സവവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ആചാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട വള്ളംകളി നടക്കുന്നത്. ആ 3 ദിവസം നടക്കുന്ന വള്ളംകളിയുടെ പ്രാരംഭ എന്ന രീതിയിലാണ് ഇന്ന് രാവിലെ ഇവിടുന്ന് ഘോഷയാത്ര ആരംഭിക്കുന്നത്. ജലഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് ചുണ്ടൻവള്ളം എത്തുന്നതും അതിൻ്റെ സാങ്കേതികമായ കാര്യങ്ങളെല്ലാം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ വെള്ളം എത്താൻ കഴിയുന്ന രീതിയിൽ ഈ നദി മാറേണ്ടതുണ്ട്. അതുമാത്രമല്ല, ഇതൊരു ടൂറിസം കേന്ദ്രമാക്കി മാറ്റാവുന്ന, അതിന് പറ്റുന്ന രീതിയിൽ പ്രോജക്റ്റ് തയ്യാറാക്കി മുനിസിപ്പാലിറ്റി അതിന് കഴിയുന്ന നിലപാട് സ്വീകരിക്കേണ്ടതാണ്. കാരണം ടൂറിസത്തിന് പറ്റിയൊരു സ്ഥലമാണ്. ടൂറിസം പ്രോജക്റ്റുകൾ എടുത്തിട്ട് മുടങ്ങിപ്പോയതാണ്. അത് പുനഃസ്ഥാപിക്കാൻ കഴിയണം. അത് പുനഃസ്ഥാപിച്ചുകൊണ്ട് ഇവിടെ എല്ലാ വർഷവും വെള്ളമെത്താൻ കഴിയുന്ന രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിച്ച മുനിസിപ്പാലിറ്റിയെ ആദ്യമായി അഭിനന്ദിക്കുന്നു. തുടർന്ന് ഇത് നദിയുടെ ആഴം കൂടാത്തൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ തന്നെ വെള്ളം കൊണ്ടുവന്നത് മറ്റു രീതിയിലാണ്. വള്ളത്തെ തുഴഞ്ഞും ബോട്ടാലും ടക്ക് ചെയ്ത് വരാൻ പറ്റത്തില്ല. ബോട്ട് ഉൾപ്പെടെ ഉപയോഗിച്ച് മാത്രമേ വള്ളം ഇവിടെ വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നദിക്ക് ആഴം കൂട്ടി തരേണ്ടതുണ്ട്. ആഴം കൂട്ടി അത് ബലപ്പെടുത്തി തന്നെങ്കിൽ മാത്രമേ വെള്ളം എല്ലാ വർഷവും ഇവിടെ എത്താൻ കഴിയത്തുള്ളൂ. അത് തുടർന്നുണ്ടാകണം. ഇന്നിപ്പോൾ യമഹാവെഞ്ചിനും വള്ളം രാവിലെ 6:30 കടുക്കൊരു ചൂന്നിയാണ് വന്നത്. അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അത് മാറ്റി
വള്ളം നേരിട്ടൂടെ എത്താൻ കഴിയുന്ന രീതിയിൽ തുഴഞ്ഞു വരാൻ കഴിയുന്ന രീതിയിൽ നദിക്ക് നല്ല ആഴവും വീതി ഉണ്ടാകേണ്ടതുണ്ട്. ആ രീതിയിൽ പുനഃസ്ഥാപിക്കാൻ മുനിസിപ്പാലിറ്റി തുടർന്ന് നടപടി സ്വീകരിക്കണം. ചെയ്തുകൊണ്ട് ഈ വർഷത്തെ വള്ളം വായ്പാട് ജലോത്സവം ഭംഗിയാക്കി തീർക്കണമെന്ന് ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട എല്ലാവരോടും നടത്തുന്ന വായ്പാട് ജലോത്സവം 5-6 സ്ഥലങ്ങളിൽ ഇങ്ങനെ ഈ നാട്ടിലെ എല്ലാ ജലോത്സവ അറിയിക്കുകയാണ്. വള്ളക്കരയുടെ ഘോഷയാത്ര സുരേഷിന്റെ മണ്ണിലേക്ക് പ്രയാണമാരംഭിച്ച ഘോഷയാത്ര ഈ വാഹനത്തെ തൊട്ടുപിന്നിലായി കടന്നു വരുന്നു. അനുഗ്രഹിക്കാം, ആശീർവദിക്കണം. നാം ഏവരും പങ്കാളികളാകണമെന്ന് സഭയെ കളപ്പിക്കുന്നു.